Good evening. എല്ലാവർക്കും നമസ്കാരം. അൺഅക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ എല്ലാവർക്കും? റിസർച്ച് അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ അക്കാഡമി യൂട്യൂബ് ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, അതിന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണ് അല്ലേ? അതുൽ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആ പേര് പറയുന്ന പോലെ തന്നെ എന്തിനു ഉപയോഗിക്കുന്നതാണ്? മൊമെന്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പോൾ മൊമെന്റ്സ് എന്താണെന്ന് നമുക്ക് അറിയണം, എന്നാലേ നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, നമുക്ക് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറയാം. അതിന് മുമ്പ് റിസർച്ച് അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്ലാസ് നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അക്കാഡമിയുടെ കേരള PSC യൂട്യൂബ് ചാനലിൽ. ഇത് നിങ്ങൾക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളത്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മൊമെന്റ്സ് എന്താണെന്ന് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. മൊമെന്റ്സ് ക്ലാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എന്താണ് മൊമെന്റ്സ് എന്നുള്ളത് നോക്കാം. മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൊമെന്റ്സ് ആർ ദ മീൻ ഓഫ് വാരിയസ് പവേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം എനി വാല്യൂ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. സപ്പോസ് നമ്മുടെ കയ്യിൽ റാൻഡം വാരിയബിൾ എക്സ് ഉണ്ടെന്ന് വിചാരിക്കും. ആ എക്സിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്, x1 x2 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള n വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ n വാല്യൂസിന്റെയും ഒരു ഡീവിയേഷൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു ഡീവിയേഷൻ നമ്മൾ എടുത്തു. ആ ഡീവിയേഷന്റെ പവർ സപ്പോസ് ആർത്ത് പവർ ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. ഇതിന്റെ എക്സ്പെക്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്പെക്ടേഷൻ. ഓക്കെ, ഇതിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എ ഹോൾ റേസ് ടു ആർ, ഇതാണ് എന്ത്, മൊമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കണം, എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, റാൻഡം വാരിയബിളിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് സിഗ്മ. ഡിസ്ക്രീറ്റ് റാൻഡം വാരിയബിൾ ആണെങ്കിൽ സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് അല്ലെ. എക്സിന്റെ വാല്യൂസ് എക്സ് ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഐ ഫ്രം പെർട്ടിക്കുലർ വാല്യൂ 1 മുതൽ ഏതുവരെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതുവരെ, n വരെ ആണെങ്കിൽ n വരെ, ഇൻഫിനിറ്റി വരെ ആണെങ്കിൽ ഇൻഫിനിറ്റി വരെ, അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, μ1 എന്ന് പറയുന്നത്. ഫസ്റ്റ് റോ മൊമെന്റ് എന്ന് നമ്മൾ ഇതിനെ പറയും. ഓക്കെ, അതേപോലെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ, അതിനെയാണ് നമ്മൾ സെക്കൻഡ് റോ മൊമെന്റ് എന്ന് പറയാ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ലൈക്ക് ദിസ്. ഇത് എന്തായിരിക്കും, സം എക്സ്പെക്ടേഷൻ ഓഫ് μr' എന്നാണ് നമ്മൾ പറയാ. നോർമലി ഇവിടെ എ എന്നുള്ള ആ വാല്യൂ എന്തായിട്ട് നമ്മൾ എടുക്കും, 0 ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ റോ മൊമെന്റ് അബൌട്ട് ഒറിജിൻ എന്നാണ് പറയുന്നത്. റോ മൊമെന്റ് അബൌട്ട് ഒറിജിൻ ആണ് കൂടുതലായിട്ടും നമ്മൾ എന്ത് വെച്ച് പറയുന്നത്, μ1', μ2', μr' വെച്ചിട്ട് പറയുന്നത്. അപ്പൊ ഡീവിയേഷൻ ഫ്രം എനി വാല്യൂ, ആ വാല്യൂസിന്റെ, ആ ഡീവിയേഷന്റെ ഡിഫറെന്റ് പവേഴ്സിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂവിനെയാണ് നമ്മൾ മൊമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് മൊമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റോ മൊമെന്റ്സ്, അല്ലെങ്കിൽ രണ്ടാമത്തത് സെൻട്രൽ മൊമെന്റ്. റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീവിയേഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. എയോ 0യോ ഏത് വേണേലും ആവാം.
സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ബാറിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ, ആ ഡീവിയേഷൻ ആണ് നമ്മൾ എടുക്കുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ, ആ റാൻഡം വാരിയബിളിന്റെ മീൻ, എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡീവിയേഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അങ്ങനെ രണ്ട് ടൈപ്പ് മൊമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മൊമെന്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വളരെ വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ മ്യൂ ആർ ആണ് നമ്മുടെ സെൻട്രൽ മൊമെന്റ്, മ്യൂ ആർ ഡാഷ് ആണ് റോ മൊമെന്റ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അതിന്റെ ഫോർമുല ഓൾറെഡി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഐ മൈനസ് എ ഹോൾ റേസ് ടു ആർ ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഐ മൈനസ് എ ഹോൾ റേസ് ടു ആറിന്റെ സിഗ്മ പി ഓഫ് എക്സ് എന്നുള്ള എക്സ്പ്രഷനും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ നോക്കണമെന്നില്ല, ജസ്റ്റ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ എന്നാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ x raised to r into p of x if it is a discrete random variable. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആറിനെ നമ്മൾ ഇന്റഗ്രൽ എക്സ് റേസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതും ഇഫ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ. ഓക്കെ, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങനെയാണ് മ്യൂ ആർ ഡാഷ് എഴുതുക. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ മുകളിൽ കൊടുത്ത പോലെ സിഗ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റോ മൊമെന്റ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ റോ മൊമെന്റ് അബൌട്ട് ഒറിജിൻ ആണ് മ്യൂ ആർ ഡാഷ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് വരാം, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ശരിക്കും മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കൂ, എന്താണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ? MGF. എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെയും MGF ഒക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. നമ്മളിപ്പോൾ റാൻഡം വാരിയബിൾ എക്സിന്റെ MGF ബേസിക് ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും അതിന്റെ അപ്ലിക്കേഷനുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ റാൻഡം വാരിയബിൾ എക്സ് ഉണ്ട്, മേ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്, എന്ത് വേണേലും ആവാം. ഇവിടെ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് mx of t. mx of t is defined as expectation of e raised to tx. Expectation of e raised to tx. ഓക്കെ, അപ്പോൾ ടി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ് ആൻഡ് എക്സ് ആണ് ഇവിടുത്തെ വാരിയബിൾ. ഈ ഒരു കേസിൽ റാൻഡം വാരിയബിൾ എക്സ് ആണ് ആൻഡ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ്, മേ ബി 1 ആയിട്ടാണ് നമ്മൾ 0 ആയിട്ടാണ് കൂടുതലും കേസുകൾ നമ്മൾ എടുക്കുക ഇനി റിലേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്ത് വയ്ക്കുക. mx of t എന്ന് പറഞ്ഞാൽ MGF എന്ന് പറഞ്ഞാൽ എന്താണ്? mx of t is equal to expectation of e raised to tx. expectation of e raised to tx. അത് തന്നെ ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും നമ്മൾ ഇങ്ങനെ എഴുതും. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സിഗ്മയാണ് നമ്മൾ യൂസ് ചെയ്യുക, e raised to tx into p of x. കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക, ഇന്റഗ്രൽ e raised to tx into f of x dx. ഈ px എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്രോബബിലിറ്റീസ് ആണ് കേട്ടോ. f of x എന്ന് പറഞ്ഞാൽ എക്സിന്റെ PDF ആണ്. ഓക്കെ, അതറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ PDF പറഞ്ഞതാണ്. അപ്പൊ ഇത്രയാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. മൊമെന്റ്സ് ജനറേറ്റ് ചെയ്യാൻ, മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഒരു എക്സ്പാൻഷൻ പഠിച്ചോളൂ. ഞാനിവിടെ ഒരു എക്സ്പാൻഷൻ പറയാം. ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ, ഇത് എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. plus x raised to r by r factorial plus etc. ഇങ്ങനെ പോകുന്ന ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ, നമുക്ക് ആവശ്യം വരും ഇതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ പറയുന്ന സമയത്ത്. ഇ റേസ് ടു എക്സ് ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ആർത്ത് റോ മൊമെന്റും അതുപോലെ തന്നെ MGF തമ്മിലുള്ള കണക്ഷൻ, അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആർത്ത് റോ മൊമെന്റ് ഓഫ് ദ റാൻഡം വാരിയബിൾ എക്സ് അബൌട്ട് ദ ഒറിജിൻ, അതായത് മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് mx ഓഫ് ടി. അതായത് നമ്മൾ പറഞ്ഞു വന്നത് മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് t raised to r by r factorial in the expansion of mx of t. mx of t യുടെ എക്സ്പാൻഷനിൽ
ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കോളൂ. എം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ് നമ്മൾ പറഞ്ഞു. എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിനെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇ റേസ് ടു എക്സ് ആയിരുന്നെങ്കിൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ എഴുതാം. ഇവിടെ എക്സ് അല്ല ഇ റേസ് ടു ടി എക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 1 പ്ലസ് ടി എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ടി എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ടി എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ plus etc plus tx whole raised to r by r factorial plus etc. Okay, then ഈ എക്സ്പെക്ടേഷൻ ഓരോന്നുമായിട്ട് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. എക്സ്പെക്ടേഷൻ ഓഫ് 1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എക്സ് സ്ക്വയർ അല്ലെ ടി എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ലാസ്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് ടി എക്സ് all raised to r by r factorial plus etc അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഇസ് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ 1 ഇൻറ്റു പി ഓഫ് എക്സ്, അതായത് സിഗ്മ പി ഓഫ് എക്സ്, അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലെ. അതുകൊണ്ട് ഈ എക്സ്പെക്ടേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആവും. പ്ലസ് ഇവിടെ വാരിയബിൾ ആയിട്ട് എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്, ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ടി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ പ്ലസ് എക്സെട്ര ഇങ്ങനെ നമ്മൾ എഴുതും. ഓക്കെ, ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് മ്യൂ 1 ഡാഷ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മ്യൂ 2 ഡാഷ് അല്ലെ. ഗുഡ് ഈവനിങ് സുചിത്ര. അപ്പൊ അതുപോലെ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇത് മാറ്റി എഴുതുമ്പോൾ 1 പ്ലസ് ടി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ 1 ഡാഷ് എന്ന് കിട്ടും. പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ 2 ഡാഷ് എന്ന് കിട്ടും. ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ 3 ഡാഷ് എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ ആർ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതാണ് എം എക്സ് ഓഫ് ടിയുടെ എക്സ്പാൻഷൻ. ഇത് നമുക്ക് സിഗ്മക്ക് ഉപയോഗിച്ച് എഴുതാം. അത് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ നോക്കുക. മിനിറ്റ്, ഇവിടെ എന്ത് കാണാനുണ്ട്? ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ടേം കാണാനുണ്ട് അല്ലെ. അതിന്റെ കോഎഫിഷ്യന്റ് നോക്കിയേ, എന്താണ് അതിന്റെ കോഎഫിഷ്യന്റ്? മ്യൂ ആർ ഡാഷ് ആണ്. അപ്പോ ഈ മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളിപ്പോ പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എം എക്സ് ഓഫ് ടി. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് സിഗ്മ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എങ്ങനെ? ദിസ് ഇസ് സിഗ്മ ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു മ്യൂ ആർ ഡാഷ്, ആർ ഫ്രം 0 ടു ഇൻഫിനിറ്റി എം എക്സ് ഓഫ് ടി എന്ന് നമുക്ക് ഇതിനെ എഴുതാം. ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. എം എക്സ് ഓഫ് ടീനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിലേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് റോ മൊമെന്റ് അതുപോലെ തന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ദെൻ ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് ഈ റോ മൊമെന്റ്സ് എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എം എക്സ് ഓഫ് ടിയിൽ നിന്നും കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആർത്ത് റോ മൊമെന്റ് ഓഫ് എക്സ് ഈസ് ദ ആർത്ത് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0. ആ ഒരു റിലേഷനും നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചു വെച്ചോളൂ. ആർത്ത് റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആർത്ത് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? ഡി റേസ് ടു ആർ ബൈ ഡി ടി റേസ് ടു ആർ ഓഫ് എം എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എം എക്സ് ഓഫ് ടിയുടെ എക്സ്പാൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ
മ്യൂ വൺ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു എക്സ്പ്രഷനിലാണ് പറയുന്നത്. മ്യൂ വൺ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ഓഫ് ടി എടുക്കും അല്ലെ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ഓഫ് ടി, അതായത് ഈ ഒരു എക്സ്പ്രഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് 0 ആയി മാറും. പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിന്റെ കോൺസ്റ്റന്റ് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ 1 ഫാക്ടോറിയൽ 1 ആണ്. ഇത് ടി ഡെറിവേറ്റീവ് 1 എന്ന് കിട്ടും അല്ലെ? പ്ലസ് ഇവിടെ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി 2t ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്. പ്ലസ് ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടി 3 സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് r into t raised to r minus 1 by r factorial into expectation of x raised to r എന്ന് വരും. ശരിയല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനെ ചെയ്തത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഡെറിവേറ്റീവില് ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കിയേ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേമുകളും എന്തായി മാറും? 0 ആയിട്ട് മാറും. കാരണം ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഒരു ടി ഉണ്ട് അല്ലെ? ടി, ടി സ്ക്വയർ, ടി ക്യൂബ് എല്ലാ ടിയുടെ എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ 0 ആയി പോവും. ദെർഫോർ മ്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0 അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ടിക്ക് 0 കൊടുത്താൽ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ട് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ m1 മ്യൂ വൺ ഡാഷ് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ മ്യൂ ടു ഡാഷ് കിട്ടും. ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാവും. മ്യൂ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എം എക്സ് ഓഫ് ടി ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഈ കാണുന്ന എക്സ്പ്രഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും ടി ഇല്ല അല്ലെ? ഇത് 0 ആണ്, പിന്നെ ഇവിടെ ടി ഇല്ല, അതുകൊണ്ട് അതൊക്കെ 0 ആയിട്ട് പോകും. പിന്നെ ഇവിടെ ഇത് 2 ഫാക്ടോറിയലും 2 കൂടെ കട്ട് ചെയ്ത് ടി മാത്രമേ കാണുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടീന്റെ ഡെറിവേറ്റീവ് 1 വരും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും ഇവിടെ. പ്ലസ് ഇവിടെ 2t സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ കാണും. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2t ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും അല്ലെ? പ്ലസ് എക്സെട്ര പ്ലസ് അടുത്തത് ടി ഇൻറ്റു ടി റേസ് ടു ടി റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആറ് കട്ട് ചെയ്ത് പോട്ടോ. ടി റേസ് ടു ആർ മൈനസ് 1 ഇൻറ്റു ടി റേസ് ടു ആർ മൈനസ് 2 ബൈ ആർ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു ആർ എന്ന് കിട്ടുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ടിക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമുകൾ മൊത്തമായിട്ട് എന്തായി പോകും? 0 ആയിട്ട് പോകും. ദെർഫോർ മ്യൂ ടു ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എം എക്സ് ഓഫ് ടി when t equal to 0, that is expectation of x square എന്ന് കിട്ടും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ടിക്ക് 0 കൊടുത്താൽ മതി. ഓക്കെ, ഈ ഒരു കേസും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും ഇതിലെ ക്വസ്റ്റ്യൻ? ഇത് ജനറൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ. മ്യൂ ആർ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡി റേസ് ടു ആർ ബൈ ഡി ടി റേസ് ടു ആർ ഇൻറ്റു എം എക്സ് ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് അതിൻ്റെ ഒരു ഫോർമുല എഴുതി വെക്കാം. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ ചോദിക്കുക? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ചോദിക്കുക. നമുക്ക് അതിന് മുമ്പ് അൺഅക്കാഡമിയിൽ ഇന്നും കൂടെ ഓഫർ ഉണ്ട് 35%. നിങ്ങൾക്ക് ആ ഓഫർ അവൈൽ ചെയ്യാം. നമ്മുടെ റഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് വിമൽ വി എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യാം. ഇവിടെ 3999 ആണ് 6 മന്ത്സ് സബ്സ്ക്രിപ്ഷൻ ഫീ എമൗണ്ട് വരുന്നത്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മാസം കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. പിന്നെ 15 മന്ത്സിന് നിങ്ങൾക്ക് 4759 രൂപ വരിക. 12 പ്ലസ് 3 മാസം അഡീഷണൽ ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ റഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓഫർ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്ലാസ് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് ഇപ്പോൾ ഇനി പുതുതായിട്ട് വരാനുള്ള ബാച്ച്. ഈ ഒരു വീക്ക് തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ കമ്മിങ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതാണ്. നോക്കുക, ശ്രദ്ധിക്കുക. ലെറ്റ് എക്സ് ബി എ റാൻഡം വാരിയബിൾ വിത്ത് പി എം എഫ്.
probability mass function. P of x equal to x is q raised to x minus 1 into p. X equal to 1, 2, 3, etc. And ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. P plus q is equal to 1. P plus q is equal to 1. ഇതാണ് പി എം എഫ്. എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് എം ജി എഫ്. എം ജി എഫ് കണ്ടുപിടിക്കണം. ആൻഡ് ഹെൻസ് മീൻ ആൻഡ് വാരിയൻസ്. ആ എം ജി എഫ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീനും വാരിയൻസും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നോക്കൂ, എം ജി എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എം എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സിഗ്മ യൂസ് ചെയ്യാം. സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്തായിരുന്നു? ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി അല്ലേ? ഇവിടെ എക്സ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ് വാല്യൂ വാരി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എം എക്സ് ഓഫ് ടി എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് നമ്മൾ എക്സിനാണ് വാല്യൂ വാരി ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ പി കോൺസ്റ്റന്റ് ആണ് അല്ലേ? പിന്നെ ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ റേസ് ടു എക്സ് മൈനസ് 1 ഇസ് ക്യൂ റേസ് ടു എക്സ് ബൈ ക്യൂ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ ക്യൂനെയും കൂടെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഡിനോമിനേറ്ററിൽ വരുന്ന ക്യൂനെയും കൂടെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. നമുക്ക് മുകളിൽ പിയും താഴെ ക്യൂവും കിട്ടും. മുകളിൽ പിയും താഴെ ക്യൂവും കിട്ടും. ബാലൻസ് വരുന്ന നോക്കൂ, സിഗ്മ എക്സ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എക്സ് അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, പി ബൈ ക്യൂ സിഗ്മ എക്സ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ടി ക്യൂ ഇൻറ്റു ഇ റേസ് ടു ടി ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, പി ബൈ ക്യൂ ഇൻറ്റു എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ ഇ റേസ് ടു ടി, എക്സിന് 2 കൊടുക്കുമ്പോൾ ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ, എക്സിന് 2 കൊടുത്താൽ ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും ഇത് അല്ലേ? നോക്കുക, ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് ക്യൂ ഇ റേസ് ടു ടി ഉണ്ട്. ഇതിൻ്റെ ഔട്ട് സൈഡ് എടുത്തോളൂ. പി ബൈ ക്യൂ ഇൻറ്റു ഇ റേസ് ടു ക്യൂ ഇ റേസ് ടു ടി, ക്യൂ ഇ റേസ് ടു ടി ഔട്ട് സൈഡ് എടുത്തു. ബാലൻസ് കിട്ടുന്നത് 1 പ്ലസ് ക്യൂ ഇ റേസ് ടു ടി പ്ലസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന എക്സ്പാൻഷൻ ആയിരിക്കും കിട്ടുക. ഇതിലേക്ക് ക്യൂ ക്യൂ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് വരുന്നത് പി ഇ റേസ് ടു ടി ഇൻറ്റു 1 പ്ലസ് ക്യൂ ഇ റേസ് ടു ടി പ്ലസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? ഇനി ഇത് ഒരു എക്സ്പാൻഷൻ ആണ്. ഈ എക്സ്പാൻഷൻ അറിയാവുന്ന ആളുകൾക്ക് പെട്ടെന്ന് എഴുതാം, അല്ലാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് 1നെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ശരിക്കും എന്തിന്റെ എക്സ്പ്രഷൻ ആയിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു 1 മൈനസ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇ റേസ് ടു ടി ആണ്, ഹോൾ റേസ് ടു മൈനസ് 1. ശരിയല്ലേ? ദാറ്റ് ഈസ് പി ഇ റേസ് ടു ടി. ഇത് ഹോൾ റേസ് ടു മൈനസ് 1 ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി എന്ന് വരും. 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി. അതായത് നമുക്കിപ്പോൾ എം എക്സ് ഓഫ് ടി, എം ജി എഫ് കിട്ടിയിട്ടുണ്ട്. എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? പി ഇ റേസ് ടു ടി ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി. ഇതാണ് നമ്മുടെ എം ജി എഫ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന എം ജി എഫ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്. എം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു പി ഇ റേസ് ടു ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് മുമ്പ് പഠിച്ച ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇത് പ്രശ്നമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒന്നും മനസ്സിലാവാത്ത രീതിയിലും തോന്നും. ഇവിടെ നമ്മൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ പഠിക്കാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് ഇതൊക്കെയാണ് നമ്മുടെ സിലബസിലുള്ളത് എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആണ് ഇത്. ആദ്യമല്ല, തുടക്കമല്ല. ഇങ്ങനെയല്ല നിങ്ങൾ പഠിക്കുക. കാരണം ഇതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ വിചാരിക്കും, ഈശ്വര അതൊക്കെയാണോ ഞാൻ പഠിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ? പല ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പഠിച്ച ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് ഇതൊന്നും ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ഞാൻ പഠിച്ചതാണെന്ന് എനിക്കറിയാം എന്ന് തോന്നും. ഒന്നും പഠിക്കാത്ത ആളുകൾക്ക് ഇതാണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആദ്യം മുതൽ
എ ടു സെഡ് ക്ലാസ് കേൾക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അക്കാഡമിയിൽ നമ്മൾ ഇതിൻ്റെ പ്ലസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമ്മളിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതൊക്കെ ഏത് അറിയാത്ത ആളുകൾക്കും, ഇതിനെപ്പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയാത്ത ആളുകൾക്കും ഇത് കൃത്യമായിട്ട് പഠിക്കാനും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ അക്കാഡമിയിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ MX MGF നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും മീനും വാരിയൻസും കണ്ടുപിടിക്കണം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ദാറ്റ് ഇസ് μ1 ആണ് അല്ലെ? അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? μ1 എന്ന് പറഞ്ഞാൽ എന്താണ്? d/dt ഓഫ് mx(t) at t equal to 0. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് mx(t) at t equal to 0 ആണ് μ1. ശരിയല്ലേ? അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് mx(t). mx(t) എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് p e raised to t divided by 1 minus q e raised to t. ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം t equal to 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കും. കോഷ്യന്റ് റൂൾ എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. പി കോൺസ്റ്റന്റ് ആണ്. പി ഇൻറ്റു ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു പി ഇ റേസ് ടു ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 1ന്റെ ഡെറിവേറ്റീവ് 0, ക്യൂ ഇ റേസ് ടു ടിന്റെ ഡെറിവേറ്റീവ് ക്യൂ ഇ റേസ് ടു ടി തന്നെ മൈനസ് ഉണ്ട്, മൈനസ് ക്യൂ ഇ റേസ് ടു ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇനി ഇവിടെ ടി ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. ടി ഈക്വൽ ടു 0 കൊടുത്താൽ ഇതിൽ ഇ റേസ് ടു ടി മാത്രമേ ഉള്ളൂ. ആ ഇ റേസ് ടു ടി എന്തായി മാറും? ഇ റേസ് ടു 0 ആയിട്ട് മാറും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ ഇ റേസ് ടു ടി കാണുന്നിടത്തൊക്കെ നിങ്ങൾ 1 കൊടുത്താൽ നിങ്ങൾക്ക് μ1 ഇപ്പോൾ ഇവിടുന്ന് കിട്ടും. നോക്കൂ, 1 മൈനസ് ഇവിടെ ക്യൂ ആണ് ഉണ്ടാവുക അല്ലെ? ഇൻറ്റു പി മൈനസ് പി ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ഓൾ സ്ക്വയർ. ശരിയല്ലേ? നോക്കിയേ, ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. ഇത് പി മൈനസ് പി ക്യൂ പ്ലസ് പി ക്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഈ മൈനസ് പി ക്യൂ പ്ലസ് പി ക്യൂ നമുക്ക് കട്ട് ചെയ്യാം. ബാലൻസ് വരുന്നത് പി ബൈ 1 മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് എടുത്തിരുന്നു. അവിടെ നിന്ന് നമുക്ക് 1 മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം? പി ആണെന്ന് എഴുതാം അല്ലെ? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി സ്ക്വയർ. Therefore this is 1 by p. p കട്ട് ചെയ്ത് കളഞ്ഞാൽ μ1 എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് എന്താണ്? 1 by p ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തും കൂടെ കണ്ടുപിടിക്കണം? വാരിയൻസും കൂടെ കണ്ടുപിടിക്കണം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? μ2 ആണ് അല്ലെ? വാരിയൻസ് എന്ന് പറഞ്ഞാൽ μ2 ആണ്. ഇറ്റ് ഇസ് μ2 മൈനസ് μ1 ദ ഹോൾ സ്ക്വയർ ആണ്. μ1 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1 by p ആണ്. ഇനി μ2 കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. μ2 എന്താ? ഇറ്റ് ഇസ് ദി സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് d സ്ക്വയർ ബൈ dt സ്ക്വയർ ഓഫ് mx(t) അല്ലെ? d at t equal to 0. അതായത് നമ്മളിപ്പോ ഇവിടെ ഈ സംഗതിയെ സെക്കൻഡ് ഡെറിവേറ്റീവ് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. ഞാനിതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ വെക്കാം. നോക്കൂ, ഇതിനകത്ത് പി ഇ റേസ് ടു ടി മൈനസ് ക്യൂ പി ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. പിന്നെ പ്ലസ് പി ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ, സോറി ക്യൂ ആണേ, 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ബാലൻസ് പി ഇ റേസ് ടു ടി ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് ദിസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? പി ഇ റേസ് ടു ടി ബൈ 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി ദ ഹോൾ സ്ക്വയർ. ഇനി അതെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഇസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അഗെയിൻ കോഷ്യന്റ് റൂൾ ഉപയോഗിക്കാം. ഡിനോമിനേറ്റർ ഇൻറ്റു 1 മൈനസ് ക്യൂ ഇ റേസ് ടു ടി
the whole square into p e raised to t ന്റെ ഡെറിവേറ്റീവ് p raised to t തന്നെയാണ് മൈനസ് p e raised to t into ഇതിന്റെ ഡെറിവേറ്റീവ് 2 times 1 minus q e raised to t എന്ന് വരും into 1 minus q e raised to t ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t again എന്താ വരിക minus q e raised to t എന്ന് വരും divided by 1 minus q e raised to t the whole raised to 4 എന്ന് വരും അല്ലേ the whole square ആണ് അതിന്റെ സ്ക്വയർ ഇപ്പൊ ഇവിടെ 1 minus q e raised to t whole square ഉണ്ട് 1 minus q e raised to t ഉണ്ട് 1 minus q e raised to t whole raised to 4 ഉണ്ട് അത് ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യാം കോമൺ ഫാക്ടർ എടുത്തിട്ട് അല്ലേ അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ ഈ ഒരു ടേം ഒരെണ്ണമായിട്ട് എക്സിസ്റ്റ് ചെയ്യും 1 minus q e raised to t വരും സ്ക്വയർ പോവും p e raised to t മൈനസ് ഇവിടെ ഈ ടേം മൊത്തമായിട്ട് പോവും ഇവിടെ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവും 2 into p q e raised to t the whole square വരും ഇവിടെ divided by 1 minus q e raised to t the whole cube എന്ന് കിട്ടും ശരിയല്ലേ ഇനി t equal to 0 നിങ്ങൾ കൊടുത്തോളൂ അപ്പോൾ e raised to t എന്ന് പറഞ്ഞാൽ സോറി e raised to 0 എന്ന് പറയുന്നത് എന്തായി വരും 1 ആയിട്ട് വരും അല്ലേ e raised to 0 is 1 അപ്പോൾ നമുക്ക് mu2 dash കിട്ടും mu2 dash ആണ് കിട്ടുക കേട്ടോ mu2 അല്ല mu2 dash is equal to എന്തെന്ന് വരും 1 minus q into p plus 2 pq divided by 1 minus q e raised to t ഉണ്ടാവില്ല 1 minus q whole cube എന്ന് വരും 1 minus q the whole cube that is ഒന്നുകൂടെ അത് എക്സ്പാൻഡ് ചെയ്യാം p minus pq plus 2pq divided by 1 minus q the whole cube ശരിയല്ലേ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് കിട്ടും നോക്കിയേ ഓക്കെ കിട്ടുന്നത് p പ്ലസ് പി ക്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് ക്യൂ ദ ഹോൾ ക്യൂബ് അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ക്യൂ എന്ന് വരും ഡിവൈഡഡ് ബൈ പി ക്യൂബ് 1 മൈനസ് ക്യൂവിനെ നമുക്ക് പി എന്ന് എഴുതാം ഒരു പി നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കളയാം 1 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ എന്ന് വരും 1 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ ആണ് mu2 ഡാഷ് നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം mu1 ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ ഓക്കെ ലാസ്റ്റ് നമ്മൾ ഇതുവരെയാണ് കണ്ടുപിടിച്ചത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ mu2 കണ്ടുപിടിക്കാനായിട്ടുള്ള ഈ ഫോമിലേക്കകത്ത് രണ്ട് എക്സ്പ്രഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നോക്കാം mu2 is equal to mu2 dash minus mu1 dash whole square that is equal to mu2 എന്ന് പറഞ്ഞാൽ എന്താണ് 1 plus q divided by p square minus mu1 dash എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു അത് 1 by p ആണ് അല്ലേ അപ്പോൾ 1 by p square എന്ന് വരും that is 1 plus q minus 1 divided by p square that is equal to q by p square എന്ന് കിട്ടും അപ്പോൾ ഇവിടെ mu2 എന്ന് പറയുന്ന എക്സ്പ്രഷൻ q by p square ആണ് നമുക്ക് വാരിയൻസും ഇവിടുന്ന് കിട്ടി ഇതാണ് നമ്മുടെ വാരിയൻസ് അപ്പോൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക അത് ഉപയോഗിച്ചുകൊണ്ട് മീനും വാരിയൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇതിൽ MGF കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ അത് വളരെയധികം ശ്രദ്ധിക്കുക അവിടുന്ന് മീനും വാരിയൻസും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നും കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇനി ഓരോ ഡിസ്ട്രിബ്യൂഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഔട്ട്ലുക്ക് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തിങ്കളാഴ്ചയായിരിക്കും ഇനി ക്ലാസ് 7 മണിക്ക് ഓക്കെ അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക അൺഅക്കാഡമിയുടെ കേരള PSC യൂട്യൂബ് ചാനലിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം 10 ക്ലാസ്സുകൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ വീണ്ടും
അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഉടൻ തന്നെ അക്കാഡമിയിൽ പ്ലസിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മാക്സിമം ഇന്ന് തന്നെയാണ്